ഞാൻ ഡോക്ടർ സിസ്റ്റർ ജസ്മി. എൻ്റെ ബാല്യകാലം പറയുകയാണെങ്കിൽ ഞാൻ ചിറക്കേക്കാരൻ തറവാട്ടിലെ റാഫേൽ എന്ന് പറഞ്ഞ അവിടുത്തെ ആ തറവാട്ടിലെ ഇളയ മകനും കൊച്ചന്നം എന്ന് പറഞ്ഞ ആ തറവാട്ടിലെ ഇളയ മകളുമായിട്ട് ഉള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഉണ്ടായ 7 മക്കളിൽ 4ാമത്തെ മകളാണ് ഞാൻ. അന്ന് പേര് വിളിക്കുന്നത് മേമി എന്നായിരുന്നു. മേരി എന്നുള്ള ബാപ്റ്റിസ്മൽ നെയിമിൽ അതിനെ ഒന്ന് പരിഷ്കരിച്ച് അപ്പൻ മേമി എന്ന് വിളിക്കാൻ തുടങ്ങി. അത് തന്നെ ഒഫീഷ്യൽ നെയിമായി. ഇപ്പോൾ എൻ്റെ അറിവിൽ ഇന്നുവരെ മേമി റാഫേൽ എന്നുള്ള ഒരു ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ മേമി എന്നുള്ളൊരു ഒഫീഷ്യൽ നെയിം ലോകത്ത് ആർക്കുമില്ല എന്നാണ് ഇന്നുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു പേരും എന്ന് മാത്രമല്ല, ഞാൻ 4ാമത്തെ മകള്. ഞങ്ങൾ 4 ആൺമക്കളും 3 പെൺമക്കളുമാണ്. പക്ഷേ 4ാമത്തെ മകളായ എന്നോട് അപ്പന് വാത്സല്യം കുറച്ച് കൂടുതലായിരുന്നു. അപ്പൻ്റെ കണ്ണിലുണ്ണി എന്നാണ് എന്നെ വിളിക്കുക. ഞങ്ങളൊരു കുബേര കുടുംബത്തിലൊക്കെ ജനിച്ചു എന്നൊക്കെ പറയാം. തറവാട്ട് മഹിമയ്ക്ക് പുറമെ വളരെ പൈസയുണ്ടായിരുന്നു. ധനവാനായിരുന്നു എൻ്റെ അപ്പൻ. ഒരു മുതലാളിയായിരുന്നു. കേരള ഇൻഡസ്ട്രിയൽസ് എന്ന് പറഞ്ഞ് അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വർക്ക്ഷോപ്പിൻ്റെ മാനേജറായിരുന്നു. അപ്പന് അന്നൊക്കെ 21 വയസ്സ്. 21 വയസ്സിൽ ഏറ്റവും വലിയ പണക്കാരനായിട്ട്, പണത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത, പണം ദൂർത്തടിക്കാൻ എങ്ങനെ വേണമെങ്കിലും ദൂർത്തടിക്കാവുന്ന ഒരു അപ്പൻ. കുടുംബത്തിലെ എല്ലാ ലക്ഷറികളും ഉണ്ടായിരുന്നു എന്ന് പറയാം. അന്ന് ടേപ്പ് റെക്കോർഡർ, ഫാൻ, ഫോണൊക്കെ ആകെ ഞങ്ങളുടെ അവിടെയേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ മുന്നിലാണ് സെൻറ്റ് ജോസഫ്സ് ലാറ്റിൻ കോൺവെൻറ്റ്. അവർക്കൊരു ഫോൺ ഉണ്ടെങ്കിലും എന്നും കേടാണ്. അവർ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് ഫോൺ വിളിക്കുക. എല്ലാ സൗകര്യങ്ങളും. അപ്പനെ ഒരു കാറ്, പിന്നെ ഒരു കാറും കൂടി വാങ്ങിയപ്പോൾ ഞങ്ങൾ പറയും അപ്പനെ കളിക്കാൻ ഒരു കാറ്, ഡ്രൈവർക്ക് കളിക്കാൻ വേറെ കാറ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാറിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു ധനവാന്മാരുടെ ദുഃഖം അറിയുന്ന ഒരു വ്യക്തികളായി മാറി ഞങ്ങളുടെ കുടുംബക്കാർ. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങി ഓടി സാധാരണക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഒരു പോഷ് ലൈഫ്. അതിലൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് കളിച്ച് നടക്കാനൊന്നും, അങ്ങനെ കാറ് വിട്ട് ഞങ്ങൾക്കൊരു സഞ്ചാരപാത ഇല്ല. ബസ് അന്നൊക്കെ ഓടിയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആരും ബസ്സിൽ കയറാത്ത സമയത്ത് ഒരു ദിവസം അപ്പൻ എന്നെ ബസ്സിൽ കയറ്റി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വീരവാദ്യം പറയാണ്, ഞാൻ ബസ്സിൽ കയറിയെന്ന്. അതൊരു വാർത്തയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം. അതിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ധനമുള്ള കുടുംബത്തിലെ ദുഃഖങ്ങൾ മുഴുവൻ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, സുഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഫിലിമിനൊക്കെ പോകാനായിട്ട് രാത്രി 9 മണിക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പൻ ചോദിക്കും, ഇന്ന് ആരൊക്കെയാണ് സിനിമയ്ക്ക് പോണേന്ന്. മിക്കവാറും പ്രാർത്ഥനയുടെ അവസാനം ഞാൻ ഉറക്കം തൂങ്ങുന്നുണ്ടാകും. അപ്പോൾ എന്നെ ഉണർത്താൻ വേണ്ടിയാണ് അപ്പൻ ചോദിക്കുന്നത്. അന്ന് തുടങ്ങിയ ഒരു സിനിമാ ഭ്രാന്തിയായിരുന്നു ഞാൻ. പ്രത്യേകിച്ചും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തന്നെ. എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. അന്ന് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് ഇറങ്ങുക. പക്ഷേ ഒരേ സിനിമ തന്നെ 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പൻ ഉടനെ ഫോൺ വിളിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറി കാറ് ഇരമ്പിച്ച് ചെല്ലുമ്പോഴേക്കും സിനിമയുടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരിക്കലും ഒരു സിനിമയുടെ ആദ്യ ഭാഗം ഞങ്ങൾ കണ്ടിട്ടില്ല. കാണാനുള്ള ഭാഗ്യമില്ല. നല്ല തിരക്കുള്ള സിനിമയാണെങ്കിൽ ഞങ്ങൾ വരണ വരെ തിയേറ്ററുകാർ വെയിറ്റ് ചെയ്യില്ല. കാരണം ഉറപ്പില്ല, ഫോണിൽ കൂടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റാണ്. അപ്പോൾ അവർ എല്ലാ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾ ചെന്നിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സോഫകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടയിൽ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചിന്നിച്ചിതറി ഇരുന്നിട്ടും സിനിമ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു VIP ജീവിതം. ഞാൻ അതിൽ ദുഃഖങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൻ മദ്യപിച്ച് തുടങ്ങി. ആദ്യമൊന്നും അപ്പൻ മദ്യപിക്കില്ല. മദ്യപിക്കുന്നവരോട് വിഷമമായിരുന്നു. പക്ഷെ ആരൊക്കെയോ വർക്ക്ഷോപ്പിൽ വന്നിട്ട് അപ്പൻ്റെ മേലെ നിർബന്ധിച്ച് മദ്യമൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ അപ്പൻ മദ്യത്തിനും അടിമയായി. അതിൻ്റെ കുറേ വഴക്കുകളൊക്കെ വീട്ടിൽ ഉണ്ടാകാറുണ്ട്. ദുഃഖഭാഗം ഞാൻ വിവരിക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലും ചെറുപ്പം തുടങ്ങി. അമ്മ 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. 16-ാം വയസ്സ് തുടങ്ങി അമ്മ മക്കളെ പ്രസവിക്കാൻ തുടങ്ങി. 2 കൊല്ലം കൂടുമ്പോൾ അങ്ങനെ 7 മക്കളായത്. അപ്പോൾ ചെറുപ്പത്തിലേ പ്രായമായവളായതാണ് എൻ്റെ അമ്മ. ഞാനൊക്കെ ജനിച്ച് കുറച്ചെത്തിയപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഈ വയസ്സുകാലത്ത് അമ്മ എന്തിനാ സിനിമയ്ക്ക് വരണേന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് 68-ാം വയസ്സിലും ഞാൻ സിനിമയ്ക്ക് ചാടി പോകുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കാൽക്കുലേഷൻ അറിയില്ല. അമ്മ വയസ്സിൽ നിന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പാവം അമ്മ
ചെറുപ്പം തുടങ്ങി അപ്പനിങ്ങനെ മദ്യപാനം തുടങ്ങലും വഴക്കുണ്ടാക്കലും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ അമ്മ ഭയങ്കര ഭക്തയായി മാറി. അപ്പോൾ ഞങ്ങളെയും ആ പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പോൾ ഞാനൊക്കെ ജനിച്ചപ്പോൾ തുടങ്ങി ഈശോ ഈശോ എന്ന് കേട്ടാണ് വളർന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ കോൺവെൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ സ്കൂളിൽ ഞങ്ങൾ ഓടി ചെല്ലും കോൺവെൻറ്റിലേക്ക്, ബെല്ലടിച്ചിട്ടൊക്കെ പോയാലും മതി, തൊട്ട് മുന്നിൽ. അപ്പോൾ ഓടി ചെന്ന് ക്ലാസ്സിൽ ചെല്ലും. സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കരളുമായിരുന്നു ഞാൻ. എല്ലാവരും അതെ, പ്രത്യേകിച്ച് ഞാനൊരു പാവക്കുട്ടി പോലെയായിരുന്നു, ഒരു ഡോൾ. പാടാൻ പറഞ്ഞാൽ പാടും, ചാടാൻ പറഞ്ഞാൽ ചാടും, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു ഡോളിൻ്റെ പോലെയായിരുന്നു ഞാൻ. അതുകൊണ്ട് എല്ലാവർക്കും വാത്സല്യം. ഞാൻ കരയില്ല, പിണങ്ങില്ല, വഴക്ക് പറയില്ല, വഴക്ക് കൂടില്ല. അങ്ങനെ ഒരു കുട്ടി. അപ്പോൾ തറവാട്ടിലുള്ളവരും വന്നാൽ ആദ്യം അന്വേഷിക്കുക മേമി എവിടെയെന്നാണ്. കാരണം ഒരു ശല്യമില്ല, ഒരു ബൊമ്മ. അപ്പനെല്ലായിടത്തും എന്നെ കൊണ്ട് നടക്കും, ഒരു പാവക്കുട്ടി. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു വ്യത്യാസം ജീസസ് പ്രണയമായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി എനിക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് പറ്റിയ 5ലും 6ലൊക്കെ പഠിപ്പിച്ച സിസ്റ്റർ മൈക്കിള്, സിസ്റ്റർമാരോടും കൂടെ കയ്യിലാണല്ലോ. അപ്പോൾ അവർ ഈശോയുടെ കഥകളൊക്കെ പറഞ്ഞു തരും, ഞാനതൊക്കെ കേൾക്കും. ഇന്ന് വീട്ടിൽ വന്നാൽ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഞങ്ങൾക്ക് ബാത്റൂമും ലാട്രിനും പണിതിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ പ്രസംഗം തുടങ്ങും. പ്രസംഗിക്കാൻ എനിക്കൊരു വിഷയം അറിയുള്ളൂ, അത് ജീസസാണ്. മറ്റേത് ക്ലാസ്സിലൊക്കെ പഠിക്കും, ഫസ്റ്റ് ആവും. ഇംഗ്ലീഷ് മീഡിയമാണ്, ഒറ്റ വാക്ക് മലയാളം പറയാൻ പാടില്ല. അതൊന്നും ഉള്ളിലേക്കൊന്നും ഗ്രഹിക്കുന്നില്ല അന്ന് പഠിച്ചതൊക്കെ. നമ്മളത് കേട്ടു, ഗ്രാസ്പ് ചെയ്തു, പരീക്ഷയ്ക്ക് എഴുതി അല്ലെങ്കിൽ പറഞ്ഞു. പക്ഷേ ജീസസ് എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ അമ്മ അടുക്കളയുടെ ജനലേക്കൂടെ നോക്കിയിട്ട് പറയും, അതാ മേമി പ്രസംഗപീഠത്തിൽ കയറിയിട്ടുണ്ട് എന്ന്. പിന്നെ എൻ്റെ അനിയത്തിക്കും അനിയനും ഒക്കെ ഞാൻ കഥ പറഞ്ഞു കൊടുക്കും പോയിട്ട്. അത് ജീസസിൻ്റെ കഥകളാണ്, എനിക്കതേ അറിയൂ. അതെനിക്കിങ്ങനെ ഹരം പിടിച്ച പോലെയാണ്. അങ്ങനെ ഞാൻ അവരെയൊക്കെ ഇരുത്തി കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എനിക്കിഷ്ടമുണ്ടായിരുന്നൊരു നൃത്തമായിരുന്നു. അന്ന് റേഡിയോ ആണ്. അപ്പോൾ ഞാൻ കാലത്ത് എണീക്കുമ്പോഴേ തിരുവനന്തപുരത്തുള്ള നല്ല പരിപാടികൾ ഒരു കടലാസിൽ എഴുതും, കോഴിക്കോടുള്ള നല്ല പരിപാടികൾ ഒരു കടലാസിൽ എഴുതും. എന്നിട്ട് ആ കടലാസ് കാലത്ത് എണീറ്റ് ആദ്യം ചെയ്യേണ്ട ജോലി അതാണ്. അത് റേഡിയോമ വയ്ക്കും. അപ്പോൾ അപ്പൻ പറയും, അവളുടെ തിരുക്കോഴി കയറി. തിരുവനന്തപുരം കോഴിക്കോട് എന്നുള്ള എൻ്റെ തിരുക്കോഴി എന്നാണല്ലോ എഴുതുക. അവളുടെ തിരുക്കോഴി കയറി എന്ന് പറയും. അത് കഴിഞ്ഞ് അതിൻ്റെ പാട്ടുള്ള സമയമൊക്കെ ചലച്ചിത്രഗാനം, അപ്പോൾ ഒക്കെ ഞാൻ പാട്ട് വെച്ചിട്ട് ഡാൻസ് തുടങ്ങും. അപ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ കസേര ഇട്ട് വന്നിരുന്ന് കാണും. എനിക്കതൊന്ന് സന്തോഷമാണ്. കാണികളും ഉണ്ടല്ലോ. ഇങ്ങനെ ഡാൻസ് കളിക്കുക, നൃത്തം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. എനിക്ക് അതേ ഇഷ്ടമുള്ളൂ. പിന്നെ അവിടെ സ്കൂളിലും ഇങ്ങനെ നൃത്ത പരിപാടിയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തു വന്നാലും എല്ലാവരും എന്നെ ആരാധിക്കണ പോലെ സ്റ്റുഡൻസ് ഒക്കെ മേമി എന്ന് പറഞ്ഞ് എൻ്റെ ചുറ്റും കൂടും. എല്ലാ മാസപരീക്ഷയിലും ഞാൻ ഫസ്റ്റ് തന്നെയാണ്. പിന്നെ ഹെഡ് മിസ്ട്രസ് ആര് വഴക്ക് പറഞ്ഞാലും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനം, ടീച്ചേഴ്സിനെ മുഴുവൻ ആരാധന. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എൻ്റെ കൂട്ടുകാരാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നില്ല. 4ാം ക്ലാസ് വരെ മിക്സഡ് ഇതായിരുന്നു, ബോയ്സും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ ജീസസ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം വേറെ ആരെയും എൻ്റെ അവർക്ക് ഞാൻ കൂട്ടുകാരി ആയിട്ടുണ്ടാകാം, പക്ഷേ എനിക്ക് കൂട്ടുകാർ എന്ന് പറയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, ജീസസ്. അതിങ്ങനെ എൻ്റെ ഒപ്പം വലുതാവുകയായിരുന്നു ഈ ജീസസ്. അതാണ് എൻ്റെ ഈ സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു വിളി ആരംഭിച്ചത്. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയും, എന്നെ ഒരു പ്രവാചികയായി, പ്രോഫറ്റായി ജീസസ് തിരഞ്ഞെടുത്തതാണോ? ചെറുപ്പം തുടങ്ങി ഈ ജീസസിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ വലുതായി എന്നെ സന്യാസത്തിലേക്ക് കൊണ്ടുപോയി. 17 വയസ്സിലാണ് ഞാൻ മഠത്തിൽ ചേരുന്നത്. പക്ഷേ ഭയങ്കര ഫാഷനബിൾ ഡ്രസ്സും എല്ലാ സുഖലോലുപതയും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിലൊക്കെ കൊണ്ടുപോകും. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ഒക്കെ ഈ കാറിൽ കയറിയിരുന്ന് പോക്കാണല്ലോ. സ്ഥലങ്ങളിലൊക്കെ പോയി എല്ലാ ഡ്രസ്സൊക്കെ ഒരിക്കൽ എന്നെ ഒരു കാറിൽ കൊണ്ടുപോയത് മദ്രാസിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, അപ്പനൊരു കടയിൽ കയറ്റിയിട്ട് പറഞ്ഞു ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ഫാഷൻ ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞു, അവരോട് എടുത്തു തരാൻ പറഞ്ഞു. അത് വന്നു. അപ്പോൾ റെഡിമെയ്ഡ് അതിട്ടിട്ട് നടക്കണു. അപ്പോൾ എവിടെ പോയാലും അങ്ങനെ ഡ്രസ്സ് വാങ്ങി തരും. ഷൂ ഇങ്ങനെ കൊച്ചു ഷൂക്കൾ. എനിക്ക് ജയലളിതയുടെ പോലെ 50 ഷൂ ഉണ്ടായിരുന്നു. അതായത് ഓരോ പ്രാവശ്യവും ഷൂ ഇട്ട് പോവും. പിന്നെ ചിലപ്പോൾ ഷൂ ഇടാൻ മറന്നു, പെട്ടെന്ന് ഡ്രസ്സ് മാറി കയറുക എന്ന് പറയുമ്പോൾ ഷൂ ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ അപ്പൻ അവിടെ നിന്ന് ഇറങ്ങി എന്നെ റോട്ടിൽ അല്ലെങ്കിൽ എവിടെയോ നിലത്ത് വെച്ചാൽ ഞാൻ കാല് പൊക്കി തുടങ്ങും. എനിക്ക് ഷൂ ഇല്ലാണ്ട് നടക്കാൻ അറിയില്ല.
അപ്പോൾ അപ്പം തന്നെ ഒരു കടയിൽ കയറ്റിയിട്ട് ഒരു പെയർ ഷൂ അല്ലെങ്കിൽ 2 പെയർ ഷൂ, വീട്ടിൽ നിറയെ ഷൂ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ജയലളിതയുടെ കാര്യമൊക്കെ കേട്ടപ്പോൾ എനിക്കും ഉണ്ടായിരുന്നല്ലോ ഇത്ര പേർത്ത് ഷൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ജീസസ് ഉണ്ട്. അപ്പോൾ എന്ത് സഹനം വന്നാലും ഞാൻ അങ്ങനെ കരഞ്ഞതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ല. പക്ഷേ അമ്മയ്ക്ക് അപ്പോഴും ഈ ജീസസ് സഹിച്ചത് അതൊക്കെ പറയുമ്പോൾ അത്ര സഹനം എനിക്കില്ലല്ലോ. അന്നേ തുടങ്ങി പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം ജീസസുമായിട്ട് സംസാരിക്കലാണ്. അപ്പോൾ എൻ്റെ വിഷമങ്ങളായാലും ഒക്കെ ഞാൻ അങ്ങനെ പറയും. പരീക്ഷ എഴുതുമ്പോൾ ടെൻഷനൊക്കെ നല്ലോണമുള്ള ആളാണ്. പക്ഷെ ഞാൻ ജീസസ് നീ എൻ്റെ കൂടെ വരണം, നീ എൻ്റെ കൈ പിടിച്ച് എഴുതി തരണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എനിക്ക് നന്നായി പരീക്ഷാ ഹാളിൽ ചെന്നാൽ ഞാൻ നന്നായി എഴുതും, അല്ലെങ്കിൽ പറയേണ്ട വന്നാലും പറയും. അധികം പറയണേക്കാൾ എനിക്ക് എഴുതാനായിരുന്നു. അതായത് പോയമൊന്നും കാണാതെ പഠിച്ച് അങ്ങനെ ചൊല്ലാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു മെമ്മറൈസ് ചെയ്യാൻ ഇത്തിരി വിഷമമുള്ള ഒരാളാണ്. പക്ഷേ ഗ്രാസ്പിങ് എൻ്റെ ബുദ്ധിയിൽ ഭയങ്കരമാണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ക്ലാസ് കേട്ടാൽ എനിക്ക് ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മതി, ഗ്രാസ്പ് ചെയ്യും ഞാൻ വേഗം. മറ്റു പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും അതെനിക്ക് മനസ്സിലാവും. അത് ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിൽ ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ പിന്നെ എനിക്ക് വേറെ പഠിക്കേണ്ട, അത്രയും എൻ്റെ മനസ്സിൽ ഗ്രാസ്പ് ചെയ്യും. മെമ്മറിയാണ് ഇത്തിരി വിഷമം. അതുകൊണ്ട് പരീക്ഷയുടെ തലേദിവസം രാത്രി മുഴുവനും ഇരുന്ന് വായിച്ചു. MA ക്ലാസ്സിലൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഹോൾ നൈറ്റ് ഞാൻ വായിച്ചിട്ട് രാവിലെ എനിക്കൊന്ന് കുളിച്ചിട്ട് പിന്നെ പോയി പരീക്ഷ എഴുതും, അങ്ങനെ തിരിച്ചു വരും. ഈ ഈശോയോടുള്ളൊരു സ്നേഹം, എല്ലാ ലക്ഷറിയും ലാവിഷ്നെസ്സും ഒക്കേൻ്റെ ഇടയിൽ ഈ ഒരു സ്നേഹം എന്നിൽ നിന്നു. അതിനൊരു പ്രണയം എന്ന് വരെയൊക്കെ വിളിക്കാം, തലക്കടിച്ച ഒരു പ്രണയം എന്ന് വരെ പറയാം. അങ്ങനെയാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു ധ്യാനം അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ വളരെയേറെ ഉൾച്ചേർന്ന് പങ്കെടുത്തൊരു ധ്യാനമായിരുന്നു. അതിൽ ജീസസ് എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്, നിൻ്റെ മുഴുവൻ ഹൃദയവും എനിക്ക് തരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, എനിക്ക് നല്ല ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്, എനിക്ക് എല്ലാ സുഖലോലുപതകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ മടത്തിച്ചേരുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു കുടുസായ ഒരു മുറിയിലെ ജീവിതമായിട്ട് അങ്ങനെ എനിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ജീസസിനോട് കുറേ പ്രാവശ്യം എനിക്ക് ബുദ്ധിമുട്ടാണ് ജീസസ് എന്ന് പറഞ്ഞു. പക്ഷേ ഫൈനലി ഞാൻ ഈശോയോട് യെസ് പറഞ്ഞു. അത് ആ ധ്യാനത്തിൻ്റെ അവസാനം സെൻറ്റ് മേരീസ് കോളേജിലെ ഹാളിൽ ആ മുട്ടുകുത്തി നിന്ന സ്ഥലം വരെ എനിക്കിപ്പോൾ അറിയാം. അവിടെ നിന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, നീ ശക്തി തരുമെങ്കിൽ മുഴുവൻ ഹൃദയം തരാം, യെസ്. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയാം, ആത്മീയ വിവാഹം. കാരണം പിന്നെ സിസ്റ്ററാവുന്ന കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം പ്രീ ഡിഗ്രിക്ക് എനിക്ക് ടോപ്പ് മാർക്കായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ, 3rd ഗ്രൂപ്പിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ മാർക്ക് കണ്ട് ഞെട്ടി. സെൻറ്റ് മേരീസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മാർക്ക് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നീ ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എസ്പയറൻ്റ് ആവാൻ തുടങ്ങിയതാണ്. അതായത് ഒരു ബോർഡിങ്, സെയിൻറ്റ് ആൻസിലെ ബോർഡിങ് നഴ്സറി ടീച്ചറായിട്ട് പോയതാണ്. പക്ഷെ എന്നോട് പഠിക്കാൻ പറഞ്ഞു. തിരിച്ചു വന്നു. ഞാൻ വിമലയിൽ ഡിഗ്രിക്ക് ചേർന്നു, ലിറ്ററേച്ചർ. അത് കഴിഞ്ഞ് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് അമ്മോട് പറഞ്ഞിരുന്നു, അമ്മേ ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു അമ്മേ, ഞാൻ സന്യാസിനിയാവാമെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഇതൊന്നും ആരോടും പറയണ്ട, പറഞ്ഞാൽ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. ഇപ്പോൾ ആ ഒരു ധ്യാനത്തിൻ്റെ സ്പിരിറ്റിൽ പറയുന്നതാവും. അപ്പം നിൻ്റെ ആങ്ങളന്മാരൊക്കെ നിന്നെ പിന്നെ കളിയാക്കി ഏതാണ്ടാക്കും, നീ മടത്തി പോണില്ലേ എന്ന് ചോദിച്ചിട്ടൊക്കെ കളിയാക്കും. അതുകൊണ്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ രഹസ്യമാക്കി വെച്ചെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഇത് നവീകരിക്കുകയായിരുന്നു, റിന്യൂ മൈ വൗ. ആ 17 വയസ്സ് സമയത്ത് ഞാൻ ഈ തീരുമാനമെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പടിപടിയായിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു തുടങ്ങിയത്. അപ്പോൾ ആസ്പിറൻസി തന്നെ ഒരു 3-4 കൊല്ലം വേണ്ടി വന്നു. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ചെയ്തു. ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് ചേരാമായിരുന്നു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് BAക്ക് 2nd റാങ്ക്. മേഴ്സി കോളേജിൽ കുറച്ച് നാളുകളായിട്ട് ഇംഗ്ലീഷിന് റാങ്ക് കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ 2nd റാങ്ക് കിട്ടി. അപ്പോൾ പ്രൊൺഷാളമ്മ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഇത് തുടർന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് സ്കോളർഷിപ്പൊക്കെ ഉണ്ടാവും, MAക്ക് ചേരല്ലേ നല്ലത്. എനിക്ക് ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഒരു ദിവസം മുഴുവൻ. ഞാൻ പറഞ്ഞത്, ഈശോയെ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു നിൻ്റെ മണവാട്ടിയാവാൻ. അന്ന് അതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇനിയും ഒരു 2 കൊല്ലം കൂടി, അതും വിമല കോളേജിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു അസ്വസ്ഥതയായിരുന്നു. കാരണം അവിടെ കുറച്ചും കൂടിയും ലിബറൽ അല്ലാത്തൊരു കോളേജ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞൊരു വീട് പോലെയാണ്.
പക്ഷെ വിമല എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റലൈസ്ഡ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ സ്വാർത്ഥത എന്ന് പറഞ്ഞ പോലെയൊക്കെ എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം, നരകത്തിലേക്ക് പോകണമെന്നൊക്കെ ഉള്ള പോലെ എനിക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു എമ്മയ്ക്ക് ചേരാൻ. പക്ഷേ ഞാൻ മനസ്സിലോർത്തു ആ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ, ഇൻ കേസ് ഞാൻ മഠത്തിൽ ചേർന്നിട്ട് അതിനുശേഷം എനിക്ക് എന്തെങ്കിലും അസുഖം വരികയോ എന്തെങ്കിലും ഒരു കാരണത്താൽ അവർ നീട്ടാം, അവർക്ക് സിസ്റ്റർ ആവുന്ന പീരീഡ് നീട്ടാം. അങ്ങനെ നീട്ടിയാൽ എനിക്ക് സങ്കടമാവും. അതിനേക്കാൾ നല്ലത് ഈ പ്രവീൺശാളമ്മ പറഞ്ഞത് അനുസരിച്ച് അവരുടെ ആഗ്രഹപ്രകാരം ചെയ്താൽ, അനുസരണ വ്രതമാണല്ലോ എടുക്കേണ്ടത് മെയിനായിട്ടുള്ളത് 3 വ്രതങ്ങളിൽ. അപ്പോൾ ഞാൻ അങ്ങനെ സമ്മതിച്ചു. ഞാൻ വിമലയിൽ പോയി പഠനം തുടർന്നു. അധികം വൈകാതെ അത് കഴിഞ്ഞ് ഞാൻ സിസ്റ്റർ ആവുകയും ചെയ്തു. അവിടെ ഒരു സിസ്റ്റർ എല്ലാ 3 വ്രതവും തെറ്റിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛന്മാരുടെ അടുത്തേക്ക് ഒക്കെ ഇങ്ങനെ പോവും മണിക്കൂറുകൾ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. പോകുന്ന സിസ്റ്ററെ പുറത്തിരുത്തിയിട്ട് ഇവർ രണ്ടാളും മുറിയിൽ അടച്ചിട്ടിട്ട് മണിക്കൂറുകൾ. സിസ്റ്റർക്ക് പുറത്തിരിക്കുന്ന സിസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നോട് വന്നിട്ട് ഇത് ഷെയർ ചെയ്യും. ഇത് ഞങ്ങളും വാച്ച് ചെയ്യുമ്പോൾ പലതും കണ്ടു തുടങ്ങി. ഇപ്പോഴൊക്കെ നമുക്ക് വിഷമങ്ങൾ വന്നു തുടങ്ങി. ഒരു സിസ്റ്റർ ഈ പറഞ്ഞ 3 വ്രതവും തെറ്റിക്കുന്ന പറഞ്ഞ സിസ്റ്റർ ഹിസ്റ്റക്ടമി ഓപ്പറേഷൻ ചെയ്തു വന്നപ്പോൾ നല്ലൊരു മദറായിരുന്നു അന്നത്തെ മദർ എന്നോട് ഒരു ദിവസം പറയാനേ, ഭാഗ്യം ആ സിസ്റ്റർ ഹിസ്റ്റക്ടമി ഓപ്പറേഷൻ ചെയ്തത്. കാരണം ഇനി രാത്രി തിരിച്ചു വന്നില്ലെങ്കിലും പേടിക്കണ്ടല്ലോ, അതായത് ഗർഭിണിയാവില്ലല്ലോ എന്ന്.